മിർസദ് എന്നവർ ചെറുപ്പക്കാരെ സ്വഹാബിയാണ്, ചെറുപ്പക്കാരനാണ്. നിങ്ങളെപ്പോലെ മാംസവും അതുപോലെ തന്നെ മജ്ജയും ബുദ്ധിയും ശരീരവും വൈകാരിക ചിന്തകളും ഒക്കെ വരുന്നൊരു സ്വാഭാവിക മനുഷ്യൻ. പക്ഷേ സ്വഹാബി മദീനയിലേക്ക് പോകുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് അനാക്കിനെ കുറിച്ച്. മുമ്പത്തെ പഴയ ലവ് സ്റ്റോറി ഉണ്ടല്ലോ. മദീനയിലേക്ക് വന്നു പോകുന്ന പോക്കിലൊക്കെ ഈ ഒരു ഓർമ്മ ഇങ്ങനെ വരികയാണ്. പഴയകാലത്തെ അനാക്കുമായുള്ള ജീവിതം അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലട്ടാൻ തുടങ്ങി മിർസദ് എന്നവർക്ക്. അങ്ങനെ വരുമ്പോ പരിഹാരം സ്വീകരിക്കണം എന്നാ നമ്മൾ കൗൺസിലിങ്ങിനെ പറ്റി പറയും. നമ്മൾ ഒരാളെ ചെന്ന് ആ വിഷയം അറിയിക്കണം എന്നാ. പ്രത്യേകിച്ച് അതിന്റെ മസാലകൾ മനസ്സിലാക്കണമെങ്കിൽ ആലിമീങ്ങളോട് ആ വിഷയം തുറന്നു പറയേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂലിനോട് തുറന്നു പറഞ്ഞു മിർസദ് റളിയല്ലാഹു അൻഹു, നബിയെ സംഗതി ഞാൻ മുസ്ലിമാ നബിയെ, പക്ഷേ അനാക്കിനോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അവളെ ഞാൻ കണ്ടു ഇപ്പൊ മക്കയിൽ വെച്ച്. അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഹറാമിലേക്ക് ഞാൻ പോയിട്ടില്ല നബിയെ, എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ പറ്റുമോ? നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല മറുപടി. തങ്ങൾ കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. നസലൽ അമീനു ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്നിരിക്കുന്നു. മിർസദേ, നിങ്ങളുടെ വിഷയത്തിൽ വഹി ഇറങ്ങിയിട്ടുണ്ട്. അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. വ്യഭിചാരം ചെയ്യുന്ന ആണിനും പെണ്ണിനും അവർ വിവാഹം ചെയ്തവരല്ലെങ്കിൽ 100 വീതം അടിക്കപ്പെടുകയും നാട് കടത്തപ്പെടുകയും വേണം. അസ്സാനി ലാ യൻകിഹുഹാ ഇല്ലാ സാനിയത്തുൻ അസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക. ഒരു വ്യഭിചാരം ചെയ്യുന്ന പുരുഷൻ അതുപോലെ വ്യഭിചാരം ചെയ്യുന്ന ഒരു പെണ്ണിനെ അല്ലാതെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവളെ. വ്യഭിചാരം ചെയ്യുന്നവനെ ഒരു അമുസ്ലിമിന്റെ കൂടെ പോവാൻ പറ്റൂ. വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിനെ ഒരു അമുസ്ലിമിന്റെ കൂടെ ഓടാൻ പറ്റൂ. والزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك. വ്യഭിചാരം ചെയ്യുന്ന പെണ്ണ്, അവൾക്ക് കല്യാണം കഴിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നത് തന്നെ പോലെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ. അതുകൊണ്ടാ പെണ്ണുങ്ങൾ പറയാറുള്ളത്, അങ്ങനെ ഒരു കൺസർവേറ്റീവ് മുസ്ലിംസ് ഒന്നും എനിക്ക് വേണ്ട, കുറച്ചൊക്കെ അടിച്ചു പൊളിക്കുന്നവൾ, ഇവൾ അടിച്ചു പൊളിക്കുന്ന സ്വഭാവമുള്ളവളെങ്കിൽ അവൾക്ക് ഇഷ്ടം അത്തരക്കാരാണ്. നബിയെ പറഞ്ഞു കൊടുക്കണം, മുഅ്മിനീങ്ങൾക്ക് ഇത് ജായിസേ അല്ല. വ്യഭിചാരിച്ച് നടക്കുന്ന പെണ്ണിനെ ഒരു മുസ്ലിം കല്യാണം കഴിക്കണ്ട. വ്യഭിചാരിണിയായ ഒരു പെണ്ണിനെ ഒരു മുസ്ലിം കഴിക്കണ്ട. വ്യഭിചരിക്കുന്ന പുരുഷനെ ഒരു പെണ്ണും കല്യാണം കഴിക്കണ്ട. ഇത് മുഅ്മിനീങ്ങൾക്ക് ഹറാമാണെന്ന് അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങുന്നു. മിർസദേ, അല്ലാഹു ഇങ്ങനെയാണ് പറയുന്നത്, നബിയേ ഞാൻ തീരുമാനിച്ചു നബിയെ, ഇനി അനാക്ക് എനിക്ക് വേണ്ട, അവളെ ഞാൻ കല്യാണം കഴിക്കാനും പോകുന്നില്ല നബിയേ. മനസ്സിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി കളയുകയാണ്. മനസ്സിനെ ശുദ്ധിയാക്കുന്നു. ഹബീബിന്റെ മുമ്പിലേക്ക് വന്നല്ലോ ഒരു ചെറുപ്പക്കാരൻ. നബിയേ, അങ്ങയുടെ ദീനിൽ ഇസ്ലാമിൽ എല്ലാം എനിക്ക് ഇഷ്ടമായി, നിസ്കാരവും നോമ്പും സക്കാത്തും അങ്ങ് എന്തെല്ലാം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കാനും ഞാൻ ഒരുക്കമാണ്. പക്ഷേ ഒരു കാര്യം ഒഴികെ, ഒരു കാര്യം ഒന്നേ ഒന്ന് നബിയേ, അതെനിക്ക് വേണ്ടി അനുവദിച്ചു തരാൻ അള്ളാഹുവിനോട് പറയണം. വ്യഭിചാരം മാത്രം. കാണാൻ ഭംഗിയുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ അവരുടെ പിന്നാലെ കൂടൽ എന്റെ ഒരു സ്വഭാവമാണ് നബിയെ, അതെനിക്കൊന്ന് അനുവദിച്ചു തരുമോ? വ്യഭിചാരം എനിക്കൊന്ന് ഹലാലാക്കി തരുമോ നബിയെ? ബാക്കിയൊക്കെ എനിക്ക് പ്രശ്നമല്ല. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? ചെറുപ്പക്കാരനോട് അടുത്തു വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞു. അടുത്തു വന്നിരുന്നു. ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുണ്യമേറിയ കൈ വെക്കുകയാണ്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുത്തു, അല്ലാഹുമ്മ തുഹിർ ഖൽബ, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയം നന്നാക്കി കൊടുക്കല്ലാ. വഗ്ഫിർ ദംബ, ഈ ചെറുപ്പക്കാരന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കല്ലാ. അല്ലാഹുമ്മ തുഹിർ ഖൽബഹു വഗ്ഫിർ ദംബഹു, അല്ലാഹുമ്മ തുഹിർ ഖൽബഹു വഗ്ഫിർ ദംബ, അവന്റെ ഖൽബ് നന്നാക്കി കൊടുക്കല്ലാ, ഈ ചെറുപ്പക്കാരന്റെ ഹൃദയം ശുദ്ധമാക്കല്ലാ,
കാണുന്നതാണ് കൽബിൽ കിടക്കുന്നത്, ചിന്തിക്കുന്നതാണ് കൽബിലേക്ക് പോകുന്നത്, നമ്മൾ വായിക്കുന്നതാണ് കൽബിൽ കിടക്കുന്നത്, നമ്മൾ കാണുന്ന ചിത്രങ്ങളോ വീഡിയോകളോ ആണ് നമ്മുടെ കൽബിൽ കിടക്കുന്നത്. കാണുന്നത് മോശമായാൽ കൽബ് മോശമാണ്, കേൾക്കുന്നത് മോശമായാൽ കൽബ് മോശമാണ്, ചിന്തിക്കുന്നത് മോശമാകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമാകുന്നു. അതുകൊണ്ട് ഏത് പ്രവർത്തനത്തിന്റെയും ഉറവിടം കൽബാണ്. അല്ലാഹുവേ, ഈ കൽബിൽ ഈമാൻ നിറച്ചു കൊടുക്കണേ അല്ലാ എന്ന് ഹബീബ് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, അമാ തറല്ലാഹു ലി ഉമ്മിക, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെ ആരെങ്കിലും കയറി പിടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകുമോ? ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ. നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ സ്വന്തം ഭാര്യ മറ്റൊരാളിന്റെ കൂടെ കിടക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ല നബിയേ, ഇല്ല. നിങ്ങൾക്ക് മക്കളുണ്ടായി, നിങ്ങളുടെ പെൺമക്കളുടെ കൂടെ നിങ്ങളുടെ മകളുടെ കൂടെ വേറൊരാൾ കടന്നാൽ നിങ്ങൾക്കത് ഇഷ്ടമാവും? ഇല്ല നബിയേ, ഇല്ല. എങ്കിൽ സഹോദര, നിങ്ങൾ വ്യഭിചരിക്കുന്നത് ഒരാളിന്റെ ഉമ്മയാണ്, ഒരാളിന്റെ പെങ്ങളാണ്, ഒരാളിന്റെ ഭാര്യയാണ്, ആരുടെയൊക്കെയോ ഉമ്മയാണ്. നീ അത് ചെയ്യല്ലേ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഹദറത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്ന തിന്മ ഇനി ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതാണ് നബിയെ. ലാ അഊദു ഇലൈഹി അബദാ, ഒരിക്കലും ആ തിന്മയിലേക്ക് ഞാൻ പോകില്ല നബിയേ, ഞാൻ ഇനി പോകില്ല. ഹബീബ് തസ്കിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൽബിനെ ശുദ്ധിയാക്കിയെടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് ശുദ്ധിയാക്കിയെടുക്കുകയാണ്, കൽബിനെ നന്നാക്കിയെടുക്കുകയാണ്. വദ്കുറു ഫിൽ കിതാബി മറിയമ, ജീവിതത്തിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ നബിമാരെ ഖുർആൻ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി വഗല്ലഖതിൽ അബ്വാബ് ഖാലത് ഹൈത ലക് ഖാല മആദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മത്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാനുള്ള എക്സ്ട്രാക്റ്റുകൾ അള്ളാഹുവിന്റെ കലാമിൽ കാണാമല്ലോ. യൂസുഫ് നബി എന്ന ചെറുപ്പക്കാരൻ, അത്ര ഗ്ലാമറുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ തളിപ്പറമ്പിലുണ്ടോ? നമ്മുടെ ജില്ലയിലുണ്ടോ? നമ്മുടെ സ്റ്റേറ്റിലുണ്ടോ? നമ്മുടെ മുസ്ലിം രാജ്യങ്ങളിലുണ്ടോ? അമുസ്ലിം രാജ്യങ്ങളിലുണ്ടോ? ഈസ്റ്റിലുണ്ടോ? വെസ്റ്റിലുണ്ടോ? അഷ്റഫുൽ ഖൽഖല്ലാതെ യൂസുഫ് നബിയെക്കാളും സൗന്ദര്യമുള്ള ഒരാൾ ലോകത്ത് വന്നിട്ടില്ലല്ലോ. നബിയാണ് ഏറ്റവും സൗന്ദര്യമുണ്ടായിരുന്നത്. രണ്ടാം സ്ഥാനം യൂസുഫ് നബിക്കാണ് അലൈഹിസ്സലാത്തു വസ്സലാം. യൂസുഫ് നബി ചെറുപ്പക്കാരനാണ്. അത് മാത്രമോ, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ, സൗന്ദര്യമുണ്ട്. വാപ്പ ആരാണ്? യാക്കൂബ് നബി. തറവാടില്ലേ? ഭയങ്കര തറവാട്. അൽ കരീമു ഇബ്നുൽ കരീമി ഇബ്നുൽ കരീമി ഇബ്നുൽ കരീമി യൂസുഫ് ഇബ്നു യാക്കൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യനായ ഒരു പുത്രൻ, മാന്യനായ ഒരു പിതാവിന്, മാന്യനായ ഒരു വല്ലിപ്പക്ക്, മാന്യനായ ഒരു ഗ്രാൻഡ് ഫാദറിന് ജനിച്ച ഒരു മാന്യൻ ആരാണെന്നറിയോ? യൂസുഫ് നബി, സൺ ഓഫ് ജേക്കബ്, സൺ ഓഫ് ഐസക്, സൺ ഓഫ് അബ്രഹാം. ഇബ്രാഹിം നബിയുടെ പുത്രൻ ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബിയുടെ പുത്രൻ യാക്കൂബ് നബി, യാക്കൂബ് നബിക്ക് ജനിച്ച യൂസുഫ് നബി അലൈഹിസ്സലാം. ഇങ്ങനെ തറവാടുള്ള ചെറുപ്പക്കാരൻ വേറെയുണ്ടോ? നല്ല ആരോഗ്യം, നല്ല സൗന്ദര്യം, കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതുമില്ല. എന്താ സംഭവിച്ചത്? സ്വന്തം വീട്ടിൽ, ആരുടെ വീട്ടിലാണോ അടിമയായി ജോലി ചെയ്യുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാം, ആ വീടിന്റെ ഉടമസ്ഥ പറഞ്ഞു, യൂസുഫേ, വ്യഭിചരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ജയിലിൽ അടക്കും. അങ്ങനെയുണ്ട് ഒരു ഭീഷണി. വ്യഭിചരിച്ചില്ലെങ്കിൽ ജയിലിൽ അടക്കുന്ന ഭീഷണി. വഗല്ലഖതിൽ അബ്വാബ്, കൊട്ടാരത്തിന്റെ കവാടങ്ങളൊക്കെ അവൾ അടച്ചു, എല്ലാ വാതിലും അടച്ചു. യൂസുഫ് നബി എന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, യാക്കൂബ് നബിയുടെ പൊന്നുമോൻ, കല്യാണം കഴിച്ചിട്ടില്ല, യൗവനത്തിലാണ്. ആ സമയത്താണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചത്. വഖാലത്ത് ഹൈത ലക്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. എന്താ യൂസുഫ് നബി ചെയ്തത്? നമ്മളൊരു ചെറുപ്പക്കാരൻ, ഞാനും നീയുമാണ് ഈ സ്ഥാനത്തെങ്കിൽ എന്തു ചെയ്യും? ആലോചിക്കുന്നു. ഇങ്ങനെയാണ് നമുക്കാണിത് സംഭവിച്ചതെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പെണ്ണ് നീ വിളിച്ചോ, ഞാൻ ഇറങ്ങി വരാമെന്ന് പറയുമ്പോഴേക്കും നീ അങ്ങ് ഇറങ്ങി ചെന്നോ? യൂസുഫ് നബിയോടായി പറയുന്നത് വ്യഭിചരിക്കാൻ വാ. എന്താണ് യൂസുഫ് നബിയുടെ മറുപടി എന്ന് പറയാൻ അല്ലാഹു സൂറത്തുൽ ഖസസ് അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയ ഏറ്റവും മധുരമായ മനോഹരമായ ചരിത്രം ഞാൻ പറഞ്ഞു തരാമെന്ന് അള്ളാഹു പറഞ്ഞ സൂറയാണ് സൂറത്തുൽ ഖസസ്. അതിലെ മനോഹരമായ ചരിത്രം യൂസുഫ് നബിയുടെ ചരിത്രമല്ലേ? എന്താണ് ഈ ചരിത്രം? മഅദല്ലാഹ്, പെണ്ണെ, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു.
ഇത് പറയാൻ തന്റെ ഇടം കാണിച്ച യൂസുഫ് നബി അലൈഹിസ്സലാം ചെറുപ്പക്കാർക്ക് മാതൃകയാണ്.